ഉറങ്ങാൻ നടക്കുന്നുണ്ടോ വയറിൻ്റെ മുകളിൽ കൂടെ, കേബിളിൻ്റെ മുകളിൽ കൂടെ. ഇത് പഴയൊരു അമ്പലം കേട്ടോ, 1823 ഉണ്ടാക്കിയൊരു അമ്പലമാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം കേട്ടോ. ഇവിടെയൊക്കെ നല്ല വൈകുന്നേരങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള സ്ഥലം കടയൊക്കെ ഉള്ളതാണ്. പക്ഷേ മഴയാണ്ട പേരിൽ എല്ലാ ദിവസവും അടച്ചിട്ടൊക്കെ വരുന്നു. ഇന്നലെ അടച്ചിട്ടൊക്കെ വരുന്നു. ഷിംലയിലും SFI ഉണ്ടോ? കേരളം വിട്ട് കഴിഞ്ഞാൽ SFI എന്നുള്ള സാധനം വളരെ റെയറായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ളത് കൽക്കട്ട കണ്ടിട്ടുണ്ട്. പിന്നെ കൽക്കട്ടയ്ക്ക് പുറത്ത് ഞാൻ കാണുന്നത് ഇവിടെ ഷിംല കേട്ടോ. നടക്കാൻ പറ്റിയ വഴിയാട്ടോ. ട്രെയിനാണ്. താഴെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, കുളു മണാലി അല്ല കൽക്കി ഷിംല റെയിൽവേ ടോയ് ട്രെയിനാണ് താഴെ. അവിടുന്ന് അതിൻ്റെ ഒച്ച കേൾക്കുന്നത്. പക്ഷെ അത് രാവിലെ ഇങ്ങോട്ടും വൈകുന്നേരം തിരിച്ചുമാണ്. അപ്പം രാവിലെ നമ്മൾ ഇന്നലെ അതിന് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ നമുക്ക് ചണ്ഡീഗഡിൽ നിന്ന് നമ്മളെത്തിയപ്പം ഇച്ചിരി ലേറ്റായി പോയി. അതുകൊണ്ട് നമുക്ക് ആ ട്രെയിൻ പിടിക്കാൻ പറ്റില്ല. ഇനി പോകുമ്പം പോകാമെന്ന് വെച്ചാലും കാഴ്ച കാണാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്നെല്ലാം പോകുന്ന വൈകുന്നേരം 4-5 മണിയാകുമ്പോഴാണ്. ഇപ്പം മൊത്തം ഡാർക്കാവും. അപ്പം മൊത്തത്തിൽ ഒരു കാഴ്ച കാണാൻ നമുക്ക് പറ്റില്ല ട്രെയിനിൽ പോയിട്ട്. അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇത് 1829 ഉണ്ടാക്കിയ ഹോട്ടൽ കേട്ടോ, ഗ്രാൻഡ് ഹോട്ടൽ. 100 വർഷം പഴക്കമുള്ള ഹോട്ടലാണ്. സൂര്യൻ ഏകദേശം എന്നാ പറയണ്ടേ, തലയ്ക്ക് മുകളിൽ എത്താനായി. പക്ഷെ എന്നാലും ഷിംലയിൽ ഒരൊറ്റ കട വന്നിട്ടില്ല കേട്ടോ. ഒന്ന് ചായ കുടിക്കാൻ നോക്കിയിട്ട് ഒരിടത്തും കടയില്ല. എല്ലാവരും നടക്കാനൊക്കെ ഇറങ്ങുന്ന സമയമാണ്. ഇതൊരു മ്യൂസിയം കേട്ടോ. 50 രൂപ മ്യൂസിയം. ക്യാമ്പസ് കാണാൻ 30 രൂപ. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ 100 രൂപ. നല്ല സെലക്ഷണേ. ആ കുരങ്ങനെ ജനൽ തുറന്ന് ഉള്ളിൽ കയറാനുള്ള പരിപാടി കേട്ടോ. ജനൽ തുറക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ കയറൽ നടക്കില്ല. കാരണം ഉള്ളിൽ കൊതുപോലെ കിട്ടുന്നുണ്ട്. ഈ മുകളിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഈവനിങ് സ്റ്റഡീസ്. താഴെ കാണുന്നതാണ് മാൾ റോഡാണ് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള റോഡ്. ഈവനിങ്ങിൽ എല്ലാവരും നടക്കാനിറങ്ങുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള റോഡാട്ടോ ഈ താഴെ കാണുന്ന മാൾ റോഡ്. ഇത് മാൾ റോഡും നമ്മൾ വന്ന റോഡും കൂടെ ഒന്നിക്കുന്ന ഒരു പ്ലേസ് ആട്ടോ. ഇവിടുന്ന് നേരെ മുന്നോട്ട് കിടന്നാലാണ് നമുക്ക് ക്രൈസ്റ്റ് ചർച്ചിലെത്താം. ക്രൈസ്റ്റ് ചർച്ച്. നമ്മൾ രാവിലെ ഇറങ്ങിയത് ഈ ക്രൈസ്റ്റ് ചർച്ചിലേക്കാണ്. ഈ ബിൽഡിംഗ് ഉണ്ട്, ഇതെല്ലാം ബ്രിട്ടീഷ് മോഡ് ബിൽഡിംഗ് കേട്ടോ. മുകളിൽ റൂഫ് കണ്ടില്ലേ, കല്ല് വെച്ചോളം ഉണ്ടാക്കിയിരിക്കുന്നല്ലേ. ഇത് ഇവിടുത്തെ നഗരപാലിക ഓഫീസാണെന്ന് തോന്നുന്നു. മേയറുടെ ഹൗസാണോ അതോ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെന്ന് അറിയില്ല. ഇത് നല്ല രസമുണ്ട് കാണാൻ. മൊത്തം കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ബിൽഡിങ്ങാണ്. സൈഡിലുള്ള സ്റ്റെപ്പെല്ലാം പലക കേട്ടോ, പലക വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റെപ്പാണ്. താഴെ കൂടെ റോഡുണ്ട്, അത് മെയിൻ റോഡാണ്. ആ 2 റോഡിന് നടുക്കാണ് ഈ ഒരു ബിൽഡിങ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒത്തിരി പലകയൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നൊരു ബിൽഡിങ്. പക്ഷേ ഇത്ര നാളായി കാണും അല്ലേ. ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു. ഇതും അതേപോലെ തന്നെ ഒരു ബിൽഡിങ്ങാണ്, പലൊരു ബിൽഡിങ്ങാണ്. മേച്ചോർ ഡ്രാമാറ്റിക് ക്ലബ്സ് ഷിംല, എസ്റ്റാബ്ലിഷ്ഡ് 1887. അങ്ങനെ നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ നടന്നു കേട്ടോ. അതിലൂടെ നടക്കാൻ ഷോർട്ട് വഴി 1 കിലോമീറ്റർ ഉള്ളൂ. മെയിൻ വഴി നമ്മൾ വണ്ടി പോകുന്ന വഴി നോക്കി 5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങനെ ഈ ക്രൈസ്റ്റ് ഓഫ് ചർച്ച് എത്തി കേട്ടോ. ആ മുന്നിൽ കാണുന്ന വലിയ ബിൽഡിംഗ് അതാണ് ക്രൈസ്റ്റ് ഓഫ് ചർച്ച്. ഷിംലയിലെ ഏറ്റവും പഴയൊരു ബിൽഡിങ്ങാണ്, പഴയൊരു പള്ളിയാണ്. ഇവിടെയൊക്കെ ഇവിടെ ഈ സൈഡിലും അതെ ഈ സൈഡിലും 2 സൈഡിലും താഴോട്ട് നല്ല വ്യൂ പോയിൻ്റാണ്. നടുക്ക് ഈ മലയുടെ മുകളിൽ ആണ് ഈ ഒരു പള്ളി ഉള്ളത്. ഇത് ഈ മുന്നിൽ കാണുന്നൊരു സ്റ്റേറ്റ് ലൈബ്രറി ഷിംല. ഗാന്ധിജിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്ചു അവിടെ ഉണ്ട്. ഇവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റേഡിയം പോലെ 3-4 സ്റ്റെപ്പ്, അതിന് മുകളിൽ കയറി നമുക്കിരിക്കാം. ഇവിടെ ഉണ്ട്, 2 സൈഡിലുണ്ട്.
ഇതാണ് ക്രൈസ്റ്റ് ചർച്ച് ഷിംല. നല്ല ഡ്രസ്സിലാണ് കാണാൻ, നല്ല മഞ്ഞ പെയിൻറ്റ്. പള്ളി തുറന്നിട്ടില്ല, ചർച്ച് ഓപ്പൺ ചെയ്യുന്ന 10 മണി ടൈമിംഗ് എഴുതിയേക്കുന്നത്. നമ്മൾ 8 മണിയാകത്തേക്ക് ഇവിടെ 8:30 എത്തി, അതുകൊണ്ട് ചർച്ച് ഓപ്പൺ അല്ല. ഇത് 1857 പണി കഴിഞ്ഞൊരു പള്ളി കേട്ടോ. 1857 പണി കഴിഞ്ഞെന്ന് പറയുമ്പം ഏകദേശം 125 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ ക്രൈസ്റ്റ് ചർച്ച്. പള്ളിയുടെ ഗോപുരത്തിൽ 2 ക്ലോക്കൊക്കെ ഉണ്ട്, പക്ഷെ അത് തുറക്കാവുന്നില്ല കേട്ടോ. നല്ലൊരു പ്ലേസ് കേട്ടോ. ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഈ സ്റ്റാച്ചു ആരുടെയാണെന്ന് നോക്കാവേ. അടൽ ബിഹാരി വാജ്പേയി. ഓക്കെ, ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാച്ചു അവിടെ പണിതപ്പം ഇവിടെ അടൽ ബിഹാരി വാജ്പേയിയുടെ സ്റ്റാച്ചുവും പണിത്. ചെറിയൊരു പാർക്ക്, 1-2 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു പാർക്ക്. പക്ഷേ ഇതിലേക്ക് നല്ല വ്യൂ കേട്ടോ. ഇതിലേക്ക് ഇറങ്ങി നടക്കാനൊക്കെ കണ്ടോ. അവിടെ കാണുന്ന കഫേ ഉണ്ടോ, കഫേ 1873. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഒരു 100 വർഷം പഴക്കമുള്ളത് കേട്ടോ. അത് കഫേ ആയാലും ശരി, സ്റ്റാച്ചു ആയാലും ശരി, പള്ളി ആയാലും ശരി, അമ്പലമായാലും ശരി, എല്ലാം പഴയ പഴയ ബിൽഡിങ്ങുകൾ കേട്ടോ. ഇവിടെ മുകളിലൊരു പോയിൻ്റ് ഉണ്ട്, നമുക്ക് സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും വന്നതല്ലേ, അപ്പോൾ ഇതിൽ നമുക്ക് അതിന് മുകളിൽ കയറാൻ പറ്റും. നമുക്ക് പോയി നോക്കാം. ഇവിടെയും താഴെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് വൈകുന്നേരങ്ങളൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. നല്ല പ്ലേസാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എല്ലാം ഓപ്പണല്ല, പെട്ടിക്കടകളാണ്. വൈകുന്നേരം തോന്നുന്നു ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഈ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഒരു പുറവശമാണ്. ഇവിടെ ഒരു ലോഡ്ജ് ഉണ്ട്, സിന്തോൾ ലോഡ്ജ്. ഇവിടെയൊക്കെ പ്രാവിരിപ്പുണ്ട് കേട്ടോ. പ്രാവ് ഇരുന്നിട്ടാണ് കുറുകുന്നത്. ഇത് മൊത്തം പലക വെച്ചുണ്ടാക്കിയാണ്. ഈ പലകയുടെ ഇടയ്ക്കെല്ലാം ഈ പ്രാവുകളുണ്ട്, കൂടുപോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫൗണ്ടൈനും ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ് ഷിംലയിലെ ഈ മാൾ റോഡും ചർച്ച് സൈഡൊക്കെ. स्टीम कर दें क्या? हाँ, ये स्टीम रहता है। हाँ, चाय बोल दो, चाय बोले। खाने में क्या लगाएं सर? नहीं, अभी बस चाय चाहिए, एक बार घूम के आएगा फिर पिएगा, कुछ आएगा. ഇവിടെ ഒരു മാർക്കറ്റുണ്ട്, മാർക്കറ്റിലേക്കുള്ള വഴി കേട്ടോ. ഇതുണ്ട്, ഇവിടെ നടക്കാനുള്ള സ്ഥലം ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. അടിവശം മൊത്തം വലിയ കമ്പി ഇട്ടിട്ട് വാർത്തേക്കുമാണ്. ആ വാർത്തേക്കിന് മുകളിൽ കൂടെയാണ് നടക്കാനുള്ള വഴി ഉണ്ടാക്കിയേക്കുന്നത്. ഈ കാണുന്നത് ഒരു പട്ടിയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു ചെമ്മരിയാട് പോലെയുണ്ട്. സമയം 11 മണിയാവുന്നു. നമ്മളിവിടെ പള്ളിയുടെ ഇവിടെ ചെറിയ വഴിയുണ്ട് താട്ടിറങ്ങാനുള്ള. ആ വഴി നമ്മളിപ്പോൾ താട്ടിറങ്ങി. ഇതാണ് സ്മാൾ റോഡ്. നല്ല രസമല്ല കാണാൻ. അങ്ങോട്ട് മൊത്തം മരങ്ങൾക്കിടയിലാണ് ഓരോരോ ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത്. താഴോട്ട് മൊത്തം ടൗൺ കേട്ടോ. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. മുനിസിപ്പൽ കോർപ്പറേഷൻ ഷിംല ചെറിയൊരു പാർക്കുണ്ട് ഇവിടെ. ചെറിയ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ചെറിയൊരു പാർക്ക്, ഇവിടെ വന്നിരിക്കാനൊക്കെ പറ്റുന്നൊരു ചെറിയൊരു പാർക്ക് കേട്ടോ. മുകളിൽ ഊഞ്ഞാലൊക്കെ ഉണ്ട്, അവിടെ പിള്ളേർ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. കണ്ട് ഈ മുകളിലെ റോഡ്, ഇതിൽ റോഡ് പോകുന്നുണ്ട്. ആ റോഡ് കണ്ടോ, മൊത്തം കട്ട കല്ല് വെച്ച് കെട്ടിയിട്ട് മൊത്തം സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റിൽ കൂടെയാണ്, പാലം പോലെയാണ് റോഡ് പോകുന്നത്. നല്ലൊരു ലൊക്കേഷൻ കേട്ടോ. വന്നിങ്ങനെ ക്വയറ്റായിട്ട് ഏരിയ ആയിട്ട് ഉള്ളൊരു പ്ലേസാണ്. ഇരിക്കാനൊക്കെ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. ചൈനീസ് ഫുഡ് ഷോപ്പ്, ജുങ്ഫു ചൈനീസ് ഫുഡ് ഷോപ്പ്, മാൾ സിൻഹ. ചൈനീസ് ഫുഡ്
എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്യൂർ ചൈനീസ് ഫുഡ് കിട്ടുന്ന സ്ഥലം കേട്ടോ. ഇത് മാൾ റോഡിൽ നിന്ന് പള്ളിയോട് കയറിപ്പാണ് വഴി കേട്ടോ. ബിൽഡിംഗ് ഇല്ല, എൻ്റെ രസമല്ലേ, പഴയ ബിൽഡിംഗ് കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഒരു മഴയ്ക്കുള്ള സകല ചാൻസും ഉണ്ട് കേട്ടോ. ഇരുണ്ട് മൂടി വരുന്നുണ്ട്. ഇന്നലെ മഴയായിരുന്നു, ഇന്നും നല്ല മഴയ്ക്കുള്ള ചാൻസാണ്. നമ്മൾ രാവിലെയിലാണ് നടന്നത് കേട്ടോ. ഇത് പള്ളിയുടെ തൊട്ട് മുന്നിൽ തന്നെയാണ്. നമ്മൾ വട്ടം കറങ്ങിയതിൽ പിന്നെ വന്നതാണ്. 12 മണിയായി, മഴ തൂളാനും തുടങ്ങി. ഇനിയിപ്പോൾ മഴ കണ്ട് എവിടെയെങ്കിലും നിൽക്കാൻ എന്നല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല. ഇന്നത്തെ ദിവസം അപ്പോൾ മഴ കൊണ്ടുപോയി. ഇനിയിപ്പോൾ നാളെ ഒറ്റ ദിവസമുള്ളത്. നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് മണാലിക്ക് പോവുകയും ചെയ്യണം.